ഇന്നലെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ എന്റെ ശരീരത്തിലുള്ള ആത്മാവ് എവിടെയെല്ലാം സഞ്ചരിച്ചിട്ടുണ്ട്. എന്റെ ആത്മാവും ശരീരവുമായി ചെറിയ ഒരു ബന്ധവിച്ഛേദനം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഉറക്കം മരണത്തിന്റെ ഒരു അംശമാണ്. അതാണ് രാവിലെ നേരം പുലരുമ്പോൾ നാം ദിക്റിലൂടെ പറയുന്നത്, ഇന്നലെ രാത്രി ഉറങ്ങിയതോടുകൂടി എനിക്ക് മരണത്തിന്റെ ഒരു ഭാഗം സംഭവിച്ചിട്ടുണ്ട്. ആ മരണത്തിന്റെ ഭാഗം ഇന്നലെ രാത്രി ഉറക്കത്തിൽ സംഭവിച്ചതിനു ശേഷം ഇന്ന് നേരം വെളുക്കുമ്പോൾ എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്ന റബ്ബിനെ ഞാൻ സ്തുതിക്കുകയാണ്. എല്ലാ പുതിയ ദിവസങ്ങളും ആരംഭിക്കുമ്പോൾ ഈ ദിക്റ് ചൊല്ലൽ സുന്നത്താണ്. ഇന്നത്തെ ദിവസം ഈ ദിക്റ് ചൊല്ലിയിട്ടാണ് നമ്മൾ എഴുന്നേൽക്കേണ്ടത്. എല്ലാ പ്രഭാതങ്ങളിലും ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ ഈ ദിക്റ് പതിവാക്കേണ്ടതാണ്. അഥവാ ഉണരുന്ന സമയത്തു തന്നെ മരണത്തെ നമ്മൾ ഓർക്കുകയാണ്. അന്നത്തെ ദിവസം പ്രദോഷമാകുന്നതുവരെ, ഉറങ്ങാനുള്ള ഈ കിടപ്പുറയിലേക്ക് തിരിച്ചു വരുന്നതുവരെ മരണം ചിന്തിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. നേരെ ചെന്ന് വുളു എടുത്ത് ഫർളായ സുബ്ഹ് നിസ്കരിക്കുന്നതിന്റെ മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. ആ സുന്നത്ത് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ഖിബിലകളെ അല്പസമയം ഖബറിൽ എങ്ങനെയാണോ നമുക്കുള്ള കിടത്തം, അതേപോലെ നമ്മൾ കിടക്കൽ സുന്നത്താണ്. ആ കിടത്തത്തിൽ നരകത്തിൽ നിന്നുള്ള കാവല് ചോദിക്കേണ്ടതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ചെന്ന് കിടക്കാനുള്ള ഖബർ ചിന്തിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കഴിഞ്ഞില്ല. എല്ലാ ഫർള് നിസ്കാരങ്ങളും തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് അത്തഹിയാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സലാമും സ്വലാത്തും ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു ദുആ സുന്നത്തുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖർതു. ആ ദുആ അവസാനിക്കുന്ന സമയത്ത് നിസ്കാരത്തിൽ മരണത്തെ നമ്മൾ ഓർക്കുകയാണ്, ഖബർ നമ്മൾ ചിന്തിക്കുകയാണ്. اللهم إني أعوذ بك من عذاب القبر وفتنته ومن عذاب النار. അല്ലാഹുവേ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു. ഖബറിന്റെ ഫിത്നയിൽ നിന്ന് ഞാൻ നിന്നോട് മോചനം തേടുന്നു. നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അവസാനമായി ആ ദുആയിൽ ഒരു വാചകവും കൂടി നമ്മൾ പറയാറുണ്ട്, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്. ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ എന്തെല്ലാം ഫിത്ന ഫസാദുകൾ എനിക്ക് അഭിമുഖീകരിക്കാനുണ്ടോ. അല്ലാഹ്, ദുനിയാവിലുള്ള ജീവിതം, പ്രത്യേകിച്ച് ആഖിറുസ്സമാനിലുള്ള ജീവിതം ഫിത്ന ഫസാദുകൾ നിറഞ്ഞ ജീവിതമാണ്. അല്ലാഹുവേ, എൻ്റെ ഭൗതികമായ ലോകത്തെ ജീവിതത്തിലുള്ള ഫിത്നകളിൽ നിന്ന് ഞാൻ എന്നോട് കാവൽ ചോദിക്കുന്നു. അല്ലാഹ്,
വമിൻ ഫിത്നത്തിൽ മമാത്. മരണം വരുമ്പോ അതിഭയാനകരമായ പ്രയാസങ്ങളല്ലേ, പ്രതിസന്ധികളല്ലേ തരണം ചെയ്യേണ്ടത്. മരിക്കുന്ന സമയത്ത് നമ്മൾ ഫിത്നയാക്കപ്പെടുന്നതാണ്. ദുനിയാവിൽ നമുക്ക് രോഗം വരുമ്പോൾ ഭയക്കുന്നതിനേക്കാളേറെ നമ്മൾ ഭയപ്പെടേണ്ടത്, നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്ന് പ്രയാസപ്പെടുന്നതിനേക്കാളേറെ നമ്മൾ പേടിക്കേണ്ടത് അവസാനം മരിക്കുന്ന സമയത്ത് ഫിത്ന വന്ന് ചേരുന്നതിനെയാണ്. പൂർവികരായ മഹാന്മാരായ ഇമാമുമാര് പോലും വലിയ ആലിമീങ്ങൾ പോലും മരണത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അവര് പേടിച്ച് വിറച്ചുപോയി. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു തങ്ങൾ സ്വന്തം ജീവിതത്തിൽ സ്വന്തം ശരീരത്തിന്റെ നിഴല് പോലെ മരണത്തെ ചിന്തിച്ചവരാണ്. പൂർവികരായ മഹദിമാരെയെല്ലാം നമുക്ക് കാണാം. ബിവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ചരിത്രം അറിയാവുന്നതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. എല്ലാ ദിവസവും ഖബറിൽ ഇറങ്ങിയിട്ട് ഖുർആൻ ഓതിയ മഹദിയാണ്. ഖബറിലുള്ള കിടത്തം ആലോചിച്ചു പോയി. ഈമാനുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു മരണം വരാനില്ലേ? ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ മരണം മറന്നു പോകാറുണ്ടോ? അക്സിറൂ ദിക്റൽ മൗതി മിൻ ദിക്രിൽ ഹയാ. ജീവിതത്തെ ഓർക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ മരണത്തെ ഓർക്കലിനെ വർദ്ധിപ്പിക്കണേ. അടുത്ത സെക്കൻഡിൽ എൻ്റെ മരണം നടക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവൻ മദ്യപാനത്തിലേക്ക് പോകൂല, അവൻ വ്യഭിചാരത്തിലേക്ക് നീങ്ങൂല, അവൻ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിക്കൂല, അവൻ തങ്ങന്മാരെ തെറി പറയൂല. അല്ലാ അല്ലാ, എപ്പോഴാണ് എൻ്റെ മരണം നടക്കുക എന്ന് ചിന്തിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ ആലിമീങ്ങളെ പരിഹസിക്കൂല. നാടിന്റെ സമാധാനം തല്ലിത്തകർക്കൂല. അയൽവാസിയോട് പിണങ്ങി ജീവിക്കൂല. കുടുംബ ബന്ധം അതാ വിച്ഛേദിക്കൂല. അരുതായ്മകളുടെ പിന്നാലെ അവൻ സഞ്ചരിക്കൂല. അതുകൊണ്ടല്ലേ അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കുല്ലു ഇംരിഇൻ മുസബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകി നഅലിഹി. എല്ലാവരും നേരം വെളുക്കുമ്പോൾ അവന്റെ കാലിൽ ധരിക്കുന്ന ചെരുപ്പിന്റെ വാറിനേക്കാൾ വള്ളിയേക്കാൾ ഏറെ അവന്റെ മരണം അവനോട് അടുത്തിട്ടുണ്ട്. ഓ സുഹൃത്തുക്കളെ, അതാ റബീഉ ഇബ്നു ഖൈസം തങ്ങൾ പുരുഷന്മാരാകുന്ന മുഅ്മിനീങ്ങൾക്ക് മാതൃക സമ്മാനിച്ച മഹാനാണ്, സൂഫി വര്യനാണ്. ആഖിറത്തിൽ രക്ഷപ്പെടാൻ വല്ലാതെ ഉത്സാഹിച്ചവരാണ്. വീട്ടിൽ ഖബർ വെട്ടുകയാണ്, ആ ഖബറിലേക്ക് ചെന്ന് കിടക്കുകയാണ്. എന്നിട്ട് ഒരു ആയത്ത് ഓതുകയാണ്, ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്
മുജീബ്. അല്ലാ, കുറഞ്ഞ സമയം എനിക്ക് നീ ആയുസ് നീട്ടിത്തരുമോ? ഫഅസ്വദ്ദഖ വഅകും മിനസ്സാലിഹീൻ. സത്യം അംഗീകരിച്ചു കൊള്ളാം അല്ലാ, സ്വാലിഹീങ്ങളെ കൂടെ ഇൽമ് കേൾക്കുന്ന മജ്ലിസിൽ പങ്കെടുക്കാം അല്ലാ, സജ്ജനങ്ങളോടൊപ്പം ജീവിക്കാം അല്ലാ. റൂഹ് പിടിക്കപ്പെടുന്ന നേരത്ത് എല്ലാ മനുഷ്യന്മാരും പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തുകൾ റബീഉ ഇബ്നു ഖൈസം തങ്ങൾ ഖബറിൽ കിടന്നിട്ട് പാരായണം ചെയ്യുകയാണ്. എന്നിട്ട് സ്വന്തം ശരീരത്തോട് പറയുന്നു, പൊയ്ക്കോ, നിന്റെ അപേക്ഷ അല്ലാഹ് സ്വീകരിച്ചതുകൊണ്ട് അല്പസമയം നിനക്ക് അല്ലാഹു ആയുസ് നീട്ടിത്തന്നതാണ്. അതുകൊണ്ട് കള്ള് കുടിക്കണ്ട, കഞ്ചാവിനും മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെടണ്ട, തോന്നിവാസങ്ങളിലേക്ക് കൂപ്പുകുത്തണ്ട, ഒരു മനുഷ്യനെയും വേദനിപ്പിക്കണ്ട, പരിസരങ്ങളിലുള്ള സഹജീവികളെ നോവിക്കണ്ട, ലളിതമായ സംശുദ്ധമായ ആത്മീയ ജീവിതം നയിച്ചോ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ സമ്മേളിച്ച എല്ലാ മുത്തുമുഅ്മിനീങ്ങൾക്കും നല്ല ഒരു ജീവിതം നൽകണേ അല്ലാഹ്. തെറ്റില്ലാത്ത ഒരു ജീവിതം തരണേ അല്ലാഹ്. മരണം ചിന്തിച്ച് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് വിധി കൂട്ടണേ അല്ലാഹ്.